മരിച്ചാൽ മരണവിവരം കുടുംബാംഗങ്ങളെ അറിയിക്കുന്നത് പെട്ടെന്ന് മരിച്ചു എന്നല്ല. സുഖമില്ല, സീരിയസ് ആണ്, ആശുപത്രിയിലാണ്, എല്ലാവരും അറിയിക്കാൻ ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ട്. ഘട്ടം ഘട്ടമായിട്ട് അൻവർ ഈ കാര്യങ്ങൾ ബോധ്യപ്പെട്ടു വരികയാണ്. അൻവർ തന്നെ പറഞ്ഞത് മാറ്റി പറയുകയല്ലേ. ഇപ്പം അൻവർ ഇന്നലെ അവസാനം പറഞ്ഞതെന്താ, ഞാൻ ജയിച്ചില്ലെങ്കിലും പിണറായിസം അതേപടി ജയിക്കരുത് എന്നാഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാൽ അദ്ദേഹം തോൽവി സമ്മതിച്ചുകൊണ്ടിരിക്കുകയാണ്, ഘട്ടം ഘട്ടമായിട്ട് സമ്മതിച്ചുകൊണ്ടിരിക്കുകയാണ്. സുഖമില്ല, സീരിയസ് ആണ്, ആശുപത്രിയിലാണ്, എല്ലാവരും അറിയിക്കാൻ ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ട്. ഘട്ടം ഘട്ടമായിട്ട് അൻവർ ഈ കാര്യങ്ങൾ ബോധ്യപ്പെട്ടു വരിക. നാളെ പറയാം നാളെ വോട്ടെണ്ണി കഴിഞ്ഞ ശേഷം പ്രതികരിക്കാം. ഗവൺമെന്റിനെ താഴെ ഇറക്കാൻ എന്താണോ വ്യക്തിപരമായിട്ട് ഈ സമൂഹത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് ചെയ്യാൻ സാധിക്കുക, അതിന്റെ എല്ലാ സമരരംഗത്തിന്റെയും മുന്നിൽ ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഞാൻ ഉണ്ടാവും. എനിക്കറിയില്ലോ, നമ്മളീ നാട്ടുകാരനെ അല്ലോ. എനിക്ക് ആ ഒരു പേടിയില്ല, ആ വാപ്പാക്ക് ഞാൻ ജനിച്ചിട്ടില്ല. എനിക്കറിയില്ലോ, നമ്മളീ നാട്ടുകാരനെ അല്ലോ. അൻവർ തന്നെ പറഞ്ഞത് മാറ്റി പറയുകയല്ലേ. ഇപ്പൊ അൻവർ ഇന്നലെ അവസാനം പറഞ്ഞതെന്താ, സൂക്ഷ്മമായി വിശകലനം ചെയ്യും. അതിൽ ഞങ്ങൾ ഉൾക്കൊള്ളേണ്ട കാര്യങ്ങൾ ഞങ്ങൾ തീർച്ചയായും ഉൾക്കൊള്ളും. ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട കാര്യങ്ങൾ, അവർക്ക് വല്ല വ്യാമോഹവും വന്നിട്ടുണ്ടോ, അവർക്ക് തെറ്റിദ്ധാരണകൾ ഉണ്ടായിട്ടുണ്ടോ, അതവരെ ശരിയായി ബോധ്യപ്പെടുത്താൻ ശ്രമിക്കും. എന്നിട്ട് ധീരമായി മുൻപോട്ട് പോകും. ഞങ്ങൾ മുൻപോട്ട് വെച്ച രാഷ്ട്രീയം, കറകളഞ്ഞ മതനിരപേക്ഷ നിലപാട്, കേരളത്തിന്റെ സമഗ്രമായ വികസനം, ഇത്തരം കാര്യങ്ങളിലൊന്നും ഏതെങ്കിലും തരത്തിൽ പിശകുണ്ട് എന്ന് ഇപ്പോഴും ഞങ്ങൾക്ക് തോന്നുന്നില്ല. പിന്നെ തോൽക്കുമ്പോൾ എല്ലായിടത്തും അങ്ങനെ വരും. ഇപ്പൊ ഇവിടെ ജയിച്ച സ്ഥാനാർത്ഥിയുടെ ബൂത്തിൽ അദ്ദേഹം 2016 തോക്കുമ്പോൾ, അല്ലെങ്കിൽ ആ നഗരസഭയിൽ അവർ പുറകിലായിരുന്നോ മുന്നിലായിരുന്നോ, അപ്പൊ അതുകൊണ്ട് അദ്ദേഹം മോശക്കാരനാകുമോ? ഇങ്ങനെയൊന്നും വിലയിരുത്തലോട് എനിക്ക് യോജിപ്പില്ല.